നമസ്കാരം. കടുത്ത സാമ്പത്തിക ഭക്ഷ്യ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത്. രാജ്യത്തെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ധനമന്ത്രി ഇഷാർദർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ദുരിത ജീവിതം തുടരുകയാണ്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. ജീവിതം ദുസ്സഹമായതോടെ സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പാക് ജനത. സ്വന്തം നേട്ടത്തിനു വേണ്ടിയും ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ കൊണ്ടുവന്ന നയങ്ങളാണ് രാജ്യത്തിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. രാഷ്ട്രീയക്കാർക്കും സൈനികർക്കും മാത്രമാണ് നിലവിൽ രാജ്യത്ത് സുഖമായി ജീവിക്കാൻ കഴിയുന്നത്. ജീവിതം ദുസ്സഹമായതോടെ സകലതും വിറ്റുപിറക്കി രാജ്യം വിടാൻ ശ്രമിക്കുന്നവരുമുണ്ട്. എന്നാൽ വസ്തുവിനും വീടിനുമൊന്നും ഉദ്ദേശിച്ച വില ലഭിക്കാത്തത് ഇവർക്ക് തിരിച്ചടിയാകുന്നു. പണക്കാർ പോലും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആഡംബര വീടുകൾക്ക് പോലും നിസ്സാര വിലയാണ് രാജ്യത്തുള്ളത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ആഡംബര വീടാണ് ഗുൽബർഗിലെ റോയൽ പാലസ് ഹൗസ്. ഇസ്ലാമാബാദിന്റെ ഹൃദയഭാഗത്തിനായി സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരത്തിന്റെ ഇരട്ടി വിലയിലുള്ള വീടുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ വീടുകൾക്ക് പോലും ഈ കൊട്ടാരത്തിന്റെ 4 മടങ്ങ് വില വരും. 10 കിടപ്പുമുറികളാണ് ഈ വീട്ടിലുള്ളത്. ഇതിനു പുറമെ സ്വിമ്മിംഗ് പൂൾ, ജിം, തിയേറ്റർ തുടങ്ങി എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഒരേ സമയം നിരവധി കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വിലമതിക്കുന്ന ഈ വസതിക്ക് 125 കോടി പാകിസ്ഥാൻ രൂപയാണ് വില വരിക. ഇത് കേട്ട് ഞെട്ടേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം 125 പാകിസ്ഥാൻ രൂപ എന്നത് ഇന്ത്യയിൽ വെറും 38 കോടി രൂപയാണ്. നമ്മുടെ നഗരങ്ങളായ ദില്ലി, മുംബൈ, നോയിഡ, ഗുരുഗ്രാം എന്നീ പ്രധാന നഗരങ്ങളിലെ നിസ്സാര വീടുകൾക്ക് പോലും 100 കോടി രൂപ വിലമതിക്കും. അതേസമയം ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും പാകിസ്ഥാന്റെ അധികാരികൾ കൈക്കൊള്ളുന്ന നയങ്ങളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ മാത്രമാണ് ഇസ്ലാമിന്റെ പേരിൽ ലോകത്തുണ്ടായ ഏക രാജ്യമെന്നും അതിനാൽ പാകിസ്ഥാനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അള്ളാഹുവിനാണെന്നും പാകിസ്ഥാൻ ധനമന്ത്രി ഇഷാദ് ഖാൻ ഈയിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര സമൂഹം പരിഹാസത്തോടെയാണ് ഈ വാക്കുകൾ കേട്ടത്. എങ്കിലും പാകിസ്ഥാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അത് നേരിടുന്ന വലിയ പ്രതിസന്ധി എന്താണെന്നതിലേക്കുള്ള സൂചനയാണ് മന്ത്രിയുടെ വാക്കുകൾ. അതേസമയം പാകിസ്ഥാനിലെ പണപ്പെരുപ്പം 30% എത്തി നിൽക്കുന്ന സ്ഥിതിയാണ് രാജ്യത്ത്. നവാസ് ഷെരീഫിന്റെ കാലത്ത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ കുതിക്കുകയായിരുന്നുവെന്നും അതിനുശേഷം അധികാരത്തിൽ വന്നവരാണ് രാജ്യത്തിന്റെ ഇന്ന് കാണുന്ന സ്ഥിതിക്ക് കാരണമെന്നും വിലയിരുത്തപ്പെടലുകൾ വരുന്നുണ്ട്. 2022 പ്രളയത്തിന് ശേഷം തകർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. 2023 ജനുവരിയിൽ പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അന്താരാഷ്ട്ര സമൂഹത്തോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. പ്രളയം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ $30 ബില്യൺ ആവശ്യമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. IMF ഫണ്ട് അനുവദിച്ചാലേ നിലവിൽ പാകിസ്ഥാന് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേസമയം പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി ചർച്ചയായതോടെ സോഷ്യൽ മീഡിയയിലും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.